ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ പാർലമെന്റ് മന്ദിരത്തിലായിരുന്നു യോഗം. കേന്ദ്രമന്ത്രിമാർക്ക് പുറമെ പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. ഭീകരവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്ന് യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി ജയശങ്കറും രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടു. പഹൽഗാം ഭീകരാക്രമണവും തുടർന്ന് സ്വീകരിച്ച നടപടികളും കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയെ ധരിപ്പിച്ചു. UK, ജർമ്മനി, ജപ്പാൻ തുടങ്ങി തെരഞ്ഞെടുത്ത രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരെയും ഭീകരാക്രമണത്തിന്റെ വിശദാംശങ്ങൾ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് ധരിപ്പിച്ചു. ഭീകരതയ്ക്ക് ഇന്ത്യയുടെ ആത്മസത്തയെ തകർക്കാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം സംഭവം രാജ്യത്തിന്റെ ആത്മാവിന് നേർക്കുണ്ടായ കടന്നാക്രമണമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 140 കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ പിൻബലത്തിൽ ഭീകരതയെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് വ്യക്തമാക്കിയ ശ്രീ നരേന്ദ്രമോദി ആക്രമണത്തിന് ഇരയായവർക്ക് നീതി ഉറപ്പാക്കാൻ രാജ്യം ഒരു മനസ്സോടെ നിലകൊള്ളുമെന്നും പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ പൌരന്മാർക്ക് വിസ നൽകുന്നത് എത്രയും വേഗം നിർത്തലാക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. നിലവിലുള്ള വിസയുടെ കാലാവധി ഈ മാസം 27-ന് അവസാനിക്കും. മെഡിക്കൽ വിസകളുടെ കാലാവധി ചൊവ്വാഴ്ചയോടെ റദ്ദാക്കും. അനുവദിച്ച കാലാവധിക്കുള്ളിൽ എല്ലാ പാകിസ്ഥാൻ പൌരന്മാരും ഇന്ത്യ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം മടങ്ങിയെത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നാളെ ജമ്മു കശ്മീർ സന്ദർശിക്കും. മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികൾ കരസേനാ മേധാവി അവലോകനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. അതേസമയം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട 3 ലഷ്കർ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ആകെ 60 ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്ന് ജമ്മു കശ്മീർ പോലീസ് അറിയിച്ചു. അമൃത്സറിലെ അട്ടാരി, ഫിറോസ്പൂരിലെ ഹുസൈനിവാല, പഞ്ചാബിലെ ഫാസിൽക്കയിലെ സദ്കി എന്നിവിടങ്ങളിൽ നടക്കുന്ന റിട്രീറ്റ് ചടങ്ങിനിടെ ഉള്ള ആചാരപരമായ പ്രദർശനത്തിന്റെ സമയം പരിമിതപ്പെടുത്താൻ കേന്ദ്ര തീരുമാനം. റിട്രീറ്റ് ചടങ്ങിനിടയിൽ പോലും ഗേറ്റ് തുറക്കില്ല. പ്രോട്ടോകോൾ പ്രകാരം സൂര്യാസ്തമയ സമയത്ത് ഇന്ത്യൻ പതാക താഴ്ത്തിയ ശേഷമുള്ള ഹസ്തദാനവും ഒഴിവാക്കി. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു, ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബ, ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഭീകരാക്രമണത്തിൽ ലോക നേതാക്കൾ ദുഃഖം രേഖപ്പെടുത്തി. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായ എറണാകുളം സ്വദേശി N. രാമചന്ദ്രന്റെ സംസ്കാരം നാളെ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. രാവിലെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ഉണ്ടായിരിക്കും. ഇടുക്കി വാഗമൺ പുള്ളിക്കാനത്തിന് സമീപം നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. പുള്ളിക്കാനം DC കോളേജിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ തമിഴ്നാട് സ്വദേശികളായ 20-ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നതായാണ് പ്രാഥമിക വിവരം. രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തൃശൂർ സ്വദേശി ജെയിൻ നാട്ടിൽ തിരിച്ചെത്തി. എംബസിയുടെയും മലയാളി സമാജത്തിന്റെയും സഹായത്തോടെയാണ് നാട്ടിലേക്ക് എത്തിയതെന്ന് ജെയിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജെയിനൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശി ഉൾപ്പെടെ 2 പേർ നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു. തൊഴിൽ തട്ടിപ്പിന് ഇരയായാണ് ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ എത്തിപ്പെട്ടത്. 2030ഓടെ രാജ്യത്തിന്റെ ഉരുക്കുൽപാദനം 300 ദശലക്ഷം ടണ്ണായി ഉയർത്തുകയാണ് ദേശീയ ഉരുക്ക് നയത്തിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ സ്റ്റീൽ 6ാമത് അന്താരാഷ്ട്ര പ്രദർശനത്തിന്റെയും സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. PM ഗതിശക്തി പദ്ധതിയിലൂടെ 2030 ആകുമ്പോഴേക്കും പ്രതിശീർഷ ഉരുക്ക് ഉപഭോഗം 98 കിലോഗ്രാമിൽ നിന്ന് 160 കിലോഗ്രാമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്ത്യാദരം അർപ്പിച്ച് ജനസഹസ്രങ്ങൾ. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ശനിയാഴ്ച വരെയാണ് പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30ഓടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസലിക്കയിലാണ് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 27-ന്. പരിപാടിയുടെ 121ാം പതിപ്പാണ് ഇത്. പൊതുജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും നമോ ആപ്പിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ അറിയിക്കാം. വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നാളെ കണ്ണൂരിൽ എത്തും. ജില്ലാ കമ്മിറ്റികൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. KG മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം അദ്ദേഹം യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. തുടർന്ന് ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.